6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ ഇസ്രയേലിൽ എങ്ങും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധം. റഫയിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കിയവരാണ് ഇവർ. യുദ്ധം തുടങ്ങി 1 വർഷം ആകുന്ന സമയത്തും ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഉള്ള പ്രതിഷേധം ഇസ്രയേലിൽ എങ്ങും ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ടെൽ അവീവിൽ നടന്ന പ്രതിഷേധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വ്യാപാര സംഘടനകൾ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തു. ഹെസ്ബുള്ള, ഹമാസ്, ഹൂതികൾക്കെതിരെയുള്ള സൈനിക നടപടികൾക്കൊപ്പം രാജ്യത്തുയർന്നു വരുന്ന ആഭ്യന്തര പ്രതിഷേധം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കനത്ത വെല്ലുവിളിയാകുന്നുണ്ട്. പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ്. ഇസ്രയേൽ പറയുന്നത് ഹമാസ് ആണ് ബന്ദികളെ വധിച്ചതെന്നും എന്നാൽ ഇസ്രയേലി ആക്രമണത്തിലാണ് ബന്ദികൾ മരിച്ചതെന്ന് ഹമാസും ആരോപിക്കുന്നു. അതിനിടയിൽ ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ നടന്ന വെടിവെപ്പിൽ 3 ഇസ്രയേലി പോലീസുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബന്ദികളെ വധിച്ചതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു.